ഉറപ്പായും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇത് അവിടുത്തെ മാത്രം ആശങ്കയല്ല. ദേശീയപാതയിൽ ഒരുപക്ഷെ എല്ലായിടത്തും ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി പണിഞ്ഞതാണെന്ന് പറഞ്ഞാൽ എന്ത് വിശ്വസിച്ച് വണ്ടി കൊണ്ട് പോകുമ്പോഴേക്കും വിള്ളൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് NHA ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അങ്ങനെ പറയുന്നതിൽ സങ്കടകരമാണ്. ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കും എങ്ങനെ നൽകും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ ഈ പറയുന്ന സ്ഥലത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്നതിൽ, എത്രത്തോളം ഭാരം താങ്ങാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നതിൽ, അടിമണ്ണിൻ്റെ ഉറപ്പ് പരിശോധിക്കാത്തതിലൊക്കെ വലിയ പ്രശ്നം കൂരിയാടക്കം ഉണ്ടായി എന്ന് NHA ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് NHA അടക്കം ചൂണ്ടിക്കാണി. അന്ന് പക്ഷേ കരാർ കമ്പനിക്ക് ഉള്ളപ്പോൾ കൂരിയാട് ഡിസൈൻ തകരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ മാത്രത്തെ പ്രശ്നമാണെങ്കിൽ ഇപ്പം കൊല്ലത്ത് ഈ ഭാഗത്തെ പ്രശ്നം എന്താണ് എന്ന് വേറെ പരിശോധന ഉണ്ടാക്കേണ്ടി വരും. കാര്യം തകർച്ചയുടെ സ്വഭാവം ഈ പറഞ്ഞ കൂരിയാടും കാസർഗോഡും തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ ആണെങ്കിൽ കൂടിയും ഈ തകർച്ചയുടെ സ്വഭാവം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അത് പൊക്കിക്കെട്ടിയ സൈഡ് വാൾ താഴേക്ക് ഇരിക്കലാണ്, മണ്ണ് താന്ന് താഴേക്ക് ഇരിക്കലാണ്. ഈ പറയുന്ന സൈഡ് റോഡിൽ വലിയ ആഴത്തിലുള്ള വലിയ വിള്ളലുകൾ വീഴലുമാണ്. അരുൺ രാജായിരുന്നു. അവരോട് നാട്ടുകാരോട് സംസാരിക്കാൻ പറ്റിയായിരുന്നോ? നാട്ടുകാരെന്താ പറയുന്നത്? അവർ നേരത്തെ ഇത്തരത്തിൽ ഇപ്പോൾ കൂരിയാടൊക്കെ നാട്ടുകാർ പറഞ്ഞത് നേരത്തെ തന്നെ സമാനമായ ആശങ്കകൾ പങ്കുവച്ചിരുന്നതാണ്, അത് ചെവിക്കൊള്ളാത്തതിൻ്റെ പ്രശ്നമാണെന്ന് അവർ പറഞ്ഞിരുന്നു. നാട്ടുകാരെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ അരുൺ? നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ആ ഉയരത്തിൽ, അത് പക്ഷേ നമ്മൾ ഈ വഴി നിരന്തരമായി സഞ്ചരിക്കുന്നതാണ്. ആ വഴി നമുക്ക് ഈ പല വാർത്തകൾ എടുക്കാൻ പോകുമ്പോഴും അറിയാം, വലിയ കുന്നുപോലെയുള്ള പ്രദേശം അത്തരത്തിലാക്കിയാണ് ആ റോഡ് മാറ്റിയിരിക്കുന്നത്. കാരണം വലിയ താഴ്ചയും വലിയ ഉയരത്തിലും ഈ മണ്ണ് ഇതേപോലെ കെട്ടി താഴ്ത്തുകയും ഉയർത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അപകടം നടന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് എന്ന് സ്വാഭാവികമായി നമുക്കത് ആ കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇപ്പോഴിത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി ഉത്തരം നൽകാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരാളും തയ്യാറാകുന്നില്ല. അപകടം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ല. നിലവിൽ ഏറ്റവും ഇപ്പോൾ പ്രധാനമായും ആ വാഹനങ്ങൾ, ഈ കിലോമീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ അത് മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാനോ റോഡിന്റെ അപകടം അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനോ ആണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്നാലും പോലീസ് അടക്കം അവിടേക്ക് നിലവിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വാഹനങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായും എടുത്തു മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് അവിടേക്ക് അതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിക്കേണ്ട സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സം ഉണ്ടായാൽ അത് വലിയ തോതിൽ അത് ആ ഗതാഗതത്തെ അടക്കം ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പോംവഴി ഏത് വഴിയാണ് എന്നുള്ളതാണ്. പ്രേക്ഷകരെ ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്, കൊട്ടിയത്ത് നിന്ന് ചാത്തന്നൂരിലേക്കുള്ള ഗതാഗത മാർഗം പൂർണ്ണമായി ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുകയാണ്. പോലീസിന്റെ കർശനമായ നിർദ്ദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ള കാര്യം വ്യക്തത വരുത്തി. ഓക്കെ, അരുൺ രാജ ആ സംഭവ സ്ഥലത്തെ അല്പസമയത്തിനും എത്തിച്ചേരും. എന്തായാലും കാണുന്ന ദൃശ്യങ്ങൾ അത്ര സുഖകരമായ ദൃശ്യങ്ങളല്ലെന്ന് മാത്രം വലിയ ആശങ്ക ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. നമ്മളിവിടെ കണ്ട ഈ ദേശീയപാത തകർച്ചയുടെ ദൃശ്യങ്ങളിൽ ഏറ്റവും ഭീതിതമായ ഒരു ദൃശ്യമാണെന്ന് ഉറപ്പായും പറയാം. അതൊരു പ്രധാന റോഡാണ്. സൈഡ് വാൾ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. അതിന് സമാന്തര റോഡ് ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. സ്കൂൾ ബസ് അടക്കം അപകടത്തിൽപ്പെട്ടു. സ്കൂളിലെ കുട്ടികൾ അപ്പം തന്നെ വണ്ടി നിർത്തിയത് കാരണം അപകടം ഒഴിവായി. സ്കൂളിലെ കുഞ്ഞുങ്ങളെ ആ ബസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറക്കിയ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെമ്പാടും കൂരിയാട് നമ്മൾ കണ്ടു, തൃശ്ശൂർ കണ്ടു, കാസർഗോഡ് കണ്ടു, പല സ്ഥലങ്ങളിലും അങ്ങനെ കാണുന്നു ദേശീയപാത തകർച്ചയുടെ ദൃശ്യങ്ങൾ. അതിൽ നടപടിയെടുത്തു, ഏതോ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറയുമ്പോൾ പോലും അത് വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് ഒട്ടുമേ ശുഭകരമല്ല, ആശങ്കാജനകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.